ഹലോ ഗൈസ്, ഈ ഒരു ഫേസ് പാക്ക് ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തു. അതുകൊണ്ട് ആദ്യം തന്നെ ഇത് പറയുന്നത്, കാരണം ഞാൻ വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്, ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് അത്രയ്ക്കും നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഞാൻ കള്ളം പറയുന്നില്ല, നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കൊറിയക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് കൊറിയക്കാരെന്താ ഇത് കൂടുതലും യൂസ് ചെയ്യുന്നതെന്ന്. എനിക്ക് യൂസ് ചെയ്തപ്പോഴാണ് അത് മനസ്സിലായത്. ഒരു 7 ഡേ സ്കിൻ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തില്ലേ, അതിൽ മൂന്നാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇന്ന് നമ്മൾ കൊറിയക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഏത് ഫേസ് പാക്ക് ട്രൈ ചെയ്തില്ലെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കാരണം എൻ്റെ ഫസ്റ്റ് യൂസിൽ എനിക്ക് ഇത്രയും റിസൾട്ട് കിട്ടി. അപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്താൽ എന്തുമാത്രം റിസൾട്ടാണ് കിട്ടണമെന്നും. കൊറിയൻ സ്കിൻ കെയറിൽ ഏത് പ്രോഡക്റ്റ് എടുത്താലും അതിൽ മസ്റ്റായിട്ട് കാണുന്ന 2 പ്രോഡക്റ്റാണ് അലോവേറയും റൈസ് ഫ്ലോറും. അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള അലോവേറയാണ് എടുത്തേക്കുന്നത്. അലോവേറ എടുത്തതിന് ശേഷം അതിൻ്റെ 2 എൻഡും കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് തന്നെ 2 സൈഡും കട്ട് ചെയ്തിട്ട് ഒരു ഫോർക്ക് യൂസ് ചെയ്ത് ഇങ്ങനെ ചുരണ്ടി എടുക്കണം. അപ്പോൾ നമുക്കൊരു ജെൽ ഫോമിൽ കിട്ടും. വലിയ രീതിക്ക് ചുരണ്ടാതെ ചെറിയ രീതിക്ക് ചുരണ്ടുമ്പോൾ അത് നല്ല ജെല്ലായിട്ട് കിട്ടും. നമ്മൾ ഭയങ്കര ഹാർഡായിട്ട് ഇത് ചുരണ്ടിയുണ്ടല്ലോ കട്ടയായിട്ട് വരും. അപ്പോൾ അത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ എന്തുകൊണ്ടാണ് മിക്സിയിൽ അടിക്കാത്തതെന്ന് വെച്ചാൽ, മിക്സിയിൽ അടിക്കുമ്പോൾ അത് ഭയങ്കര വാട്ടറി ആയിട്ട് വരും, വെള്ളം പോലെ വരും. അതിനേക്കാളും നമുക്ക് ജെല്ലായിട്ട് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ജെല്ല് രൂപത്തിൽ എടുത്തത്. അതിന് നമുക്ക് ചീപ്പും യൂസ് ചെയ്യാം. നല്ല ചീപ്പ് ഉണ്ടെങ്കിൽ ആ ചീപ്പും യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഫോർക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 സ്പൂണ് അരിപ്പൊടിയാണ്. അരിപ്പൊടി നല്ല പോലെ അരിച്ചെടുത്തതാണ്. ഈ വലിയ കട്ടയൊന്നുമില്ലാതെ നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതെടുത്തതിന് ശേഷം ഇതിന് ആവശ്യമുള്ള രീതിക്ക് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിൽ വേണം എടുക്കാനായിട്ട്. ഭയങ്കര കട്ടിയാവരുത്, എന്നാൽ ഭയങ്കര ലൂസും ആവാത്ത രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ കുറച്ച് കട്ടിയായി ഇരിപ്പുണ്ട്. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ ഇത് അതിൽ നല്ല മിക്സായി വരും. അപ്പോൾ അത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഫേസ് പാക്കിനായിട്ട് ഈ 2 ഇൻഗ്രീഡിയൻ്റാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത അലോവേറ ഉണ്ടല്ലോ, അതിൻ്റെ ആ തൊലി ഉണ്ടല്ലോ, ആ തൊലി യൂസ് ചെയ്ത് അതിൽ കുറച്ച് അലോവേറ ഇപ്പോൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ തൊലി യൂസ് ചെയ്ത് നമ്മളൊരു മസാജാണ് കൊടുക്കുന്നത് ഫേസിൽ. നല്ലപോലെ ഫേസ് വാഷ് ചെയ്യണം. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം വേണം ഈ ഒരു മസാജ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കണ്ണിലും കണ്ണിൻ്റെ ചുറ്റും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് അലോവേറ നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് സ്കിന്നിന് തരുന്നത്. അതുപോലെ നല്ലൊരു ഗ്ലോ തരും. ഫേസിന് നല്ലൊരു റേഡിയൻ ഗ്ലോ ആണ് തന്നെ. അതുപോലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എൻ്റെ കഴുത്തിന് നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കഴുത്തിൽ കൂടി നല്ലപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സർക്കുലർ മോഷനിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് അതിട്ടേക്കുക. അതിനുശേഷം അതിൻ്റെ പുറത്തുകൂടെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഫേസ് മാസ്ക് ഇട്ട് കൊടുക്കണം. ഫേസ് മാസ്ക് കുറച്ച് ഒരു ജെൽ ടൈപ്പ് ആയിട്ടായിരിക്കും വരുന്നത്. കാരണം നമ്മൾ ഇങ്ങനെ ഫോർക്ക് യൂസ് ചെയ്ത് ചുരണ്ടി എടുത്തില്ല, അപ്പോൾ ജെല്ലായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് സൂക്ഷിക്കുക. നമ്മുടെ ഡ്രസ്സിലൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല ഡ്രസ്സൊന്നും ഇട്ടിട്ട് ഫേസ് പാക്ക് ചെയ്യണ്ട. അല്ലാതെ നമ്മൾ വീട്ടിലല്ലാതെ യൂസ് ചെയ്യുന്ന ഡ്രസ്സുണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ടാണ് ഇടാനായിട്ട്. എന്നിട്ട് നല്ലപോലെ ഫേസിൽ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ണിലൊക്കെ വീണാൽ ചിലപ്പോൾ ഒന്ന് നീറാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് സൂക്ഷിച്ചിട്ട് ചെയ്യുക. അരിപ്പൊടിയുടെ യൂസ് എന്താണെന്ന് വെച്ചാൽ, അരിപ്പൊടി നമുക്ക് നല്ലൊരു സ്ക്രബിങ് ഏജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്കുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡും റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരും. ഇൻസ്റ്റൻറ്റ് ഗ്ലോ പോലെ തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് ഫേസിന് തരും. പിന്നെ നമുക്ക് അലോവേറ എന്ന് പറയുമ്പോൾ, അലോവേറ നല്ലൊരു സൂത്തനിങ് ഏജൻ്റാണ്. അതുപോലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യും, സൺബേൺസ് മാറാൻ ഹെൽപ്പ് ചെയ്യും, സൺ ടാൻ ഒക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് യൂസിൽ എനിക്ക് എന്താ ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയെന്ന് വെച്ചാൽ, എനിക്ക് നല്ല സൺ ടാൻ ഉണ്ടായിരുന്നു. അപ്പോൾ സൺ ടാൻ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് ഫസ്റ്റ് യൂസിൽ നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ ഫേസിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ടും അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസും ഒക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നല്ല തരിയാക്കണം റൈസ് ഫ്ലോർ. ഇല്ല നല്ല കട്ടയായിട്ടാണെങ്കിൽ ഒരിക്കലും അത് കണ്ണിന് ചുറ്റുമൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്. കാരണം അത് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള സ്കിന്നെന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ ഞാനിത് കഴുത്തിന് ചുറ്റും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കഴുത്തിന് ചുറ്റും നല്ല കളർ ഡിഫറൻസ് ഉണ്ട്. കാരണം നല്ല പിഗ്മെൻറ്റഡ് ആണ് എൻ്റെ നെക്ക്. അപ്പോൾ അതുകൊണ്ട് അവിടെ കൂടി നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ്സ് ഇട്ടതിന് ശേഷം നല്ല രീതിക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെൻ്റെ ഫേസിൽ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഡ്രൈ ആയത് ഞാൻ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ മനസ്സിലാവും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്തതിൻ്റെ റിസൾട്ട്. ഈ ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കണ്ടില്ലേ, നല്ല ഗ്ലോ ആണ്. ആ ഒരു ഫേസ് പാക്ക് മാറ്റിയപ്പോൾ എനിക്ക് നല്ല ഗ്ലോ ആണ് കിട്ടിയത്. എനിക്ക് നെക്സ്റ്റ് ഡേ ഭയങ്കര ഒരു ഗ്ലോയിങ് ആയിട്ടുള്ളൊരു സ്കിന്നാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന ഒരാഴ്ചയിൽ 2 ദിവസമൊക്കെ ഇത് യൂസ് ചെയ്താൽ മതി. കണ്ടില്ലേ, ആ ഗ്ലോ കണ്ടില്ലേ. എൻ്റെ ബിഫോറും ആഫ്റ്ററും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ആ സൺടാനൊക്കെ പോയപ്പോൾ ഉണ്ടായ ആ ഒരു ഡിഫറൻസ്. നമ്മൾ 7 ഡേ സ്കിൻ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് 3ാമത്തെ ഫേസ് പാക്കാണിത്. അപ്പോൾ 3ാമത്തെ ഫേസ് പാക്ക് നിങ്ങളും യൂസ് ചെയ്ത്
നോക്കണം. ഫസ്റ്റത്തെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത് നമ്മളിനി ഒരു 4 വീഡിയോസ് കൂടി ഇടണുണ്ട്. അപ്പോൾ ആ 7 ഡേയ്സും ഓരോ ഫേസ് പാക്കായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്കുണ്ടായ റിസൾട്ടും കമൻറ്റ് ചെയ്യണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ? ഇതിൽ യൂസ് ചെയ്തേക്കുന്ന എല്ലാ പ്രോഡക്റ്റും നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. വലിയ പൈസ ചിലവൊന്നുമില്ല. നമുക്കൊരു എന്താ പറയുക, പിഗ്മെൻറ്റേഷനൊക്കെ മാറി ഡാർക്ക് സ്പോട്ടൊക്കെ മാറി നല്ലൊരു ഗ്ലോയിങ് സ്കിൻ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.